അങ്ങാടിപ്പുറം വഴി ഗൾഫിൽ നിന്ന് വരുന്ന പ്രവാസികളോടാണ്. പിന്നെ മിനിമം ഒരു 6 മാസത്തെ ലീവിന് വരിക. കാരണം എന്താ വെച്ചാൽ 1 മാസത്തെ ലീവിനൊക്കെ വരുന്നത് വെച്ചാൽ അങ്ങാടിപ്പുറം പാലം അങ്ങോട്ട് കടന്ന് വീട്ടിലെത്തുമ്പോഴത്തേന് നിങ്ങൾ റീ എൻട്രി കഴിയും, പിന്നെ ഇങ്ങോട്ട് പോരാനാവും. അപ്പോൾ പരമാവധി നെടുമ്പാശ്ശേരി എയർപോർട്ടൊക്കെ ഉപയോഗിക്കുക. ഈ മണ്ണാർക്കാട്, ഒറ്റപ്പാലം ഇങ്ങനെ ഈ ഭാഗത്തേക്കുള്ള ആൾക്കാർക്കൊക്കെ, ചെർപ്പശ്ശേരി ഭാഗത്തേക്കുള്ള ആൾക്കാർക്ക്, പെരിന്തൽമണ്ണ ഭാഗത്തേക്കുള്ള ആൾക്കാർക്കൊക്കെ നെടുമ്പാശ്ശേരി എയർപോർട്ട് ഉപയോഗിക്കായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. അമ്മാതിരി ബ്ലോക്കാണ്. ഒരു സമയത്തും ഇവിടെ രാത്രി 11 മണിയായിട്ടാണ്, അല്ലാത്ത സമയത്തൊന്നും, പകൽ സമയത്തൊന്നും പോകാൻ പറ്റില്ല. അങ്ങാടിപ്പുറത്ത് നമുക്കിൻ്റെ ഇതേ വഴിയുള്ളൂ. 2 വണ്ടിൻ്റെ ഇടയിൽ കൂടെ ബൈക്കുകാർക്ക് മാത്രമാണ് ഇപ്പോൾ ഇവിടെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങാടിപ്പുറം കവർ ചെയ്യാൻ പറ്റുന്നത്. വേറൊരു വണ്ടിക്കും കവർ ചെയ്യാൻ പറ്റില്ല. ബൈക്കുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ 2 വണ്ടികളുടെ ഇടയിൽ കൂടെ ഒരു ചെറിയ കായികാഭ്യാസമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നടത്തിയിട്ട് എന്ത് ചെയ്യാം, പോകാം. അങ്ങനെ ബൈക്കുകൾ മാത്രം എന്ത് ചെയ്യും, കുറേയൊക്കെ ബ്ലോക്കിൽ നിന്ന് കുറച്ചൊക്കെ കഴിച്ചിലായിട്ട് എന്ത് ചെയ്യാം, പോകാൻ പറ്റുന്നതല്ലാതെ വേറൊരു വണ്ടിക്കും സഹിക്കൂല. ബസ് ഇതാ റോങ് സൈഡിൽ പോകുന്നു, അല്ലാതെ ഒരു രക്ഷയില്ല. സൈഡ് മാറാതെ ഒരു രക്ഷയുമില്ല, റോങ് സൈഡിൽ പോകാതെ ഒരു രക്ഷയുമില്ല മക്കളെ. അങ്ങാടിപ്പുറം മരിച്ച്, അങ്ങാടിപ്പുറം ഭാഗം മരിച്ച്. ഇതുകൂടെ തന്നെ ഒരു മനുഷ്യന് യാത്ര ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഒരാൾക്ക് യാത്ര ചെയ്യാറുണ്ടതിനാൽ ചെയ്യാൻ പറ്റാവുന്ന സംഭവമേ അല്ല. അങ്ങാടിപ്പുറം എന്ന് പറയുന്ന പ്രദേശം മരിച്ചു പോയി. ഇനി നമുക്ക് ഒരു മൗലൂദ് ഓതുക, പിന്നെ അതിന് ശേഷം 7-ന് ദിക്റും ചൊല്ലിയിട്ട് അങ്ങാടിപ്പുറം എന്ന് പറയുന്ന ഈ റോഡിന് നമുക്ക് എത്രയും പെട്ടെന്ന് കുഴിച്ചിടേണ്ടി വരും. അമ്മാതിരി അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോണത്. ഈ ഇന്നോവൻ്റെ മുന്നിലേ ഒരു സുമോ ഏതോ ഒരു വണ്ടി ഉണ്ട്. സുമോ അല്ല, മറ്റേ മഹീന്ദ്രൻ്റെ ഒരു വണ്ടി ഉണ്ട്. അതിനത് റിവേഴ്സ് അടുപ്പിച്ചു. എന്താ സംഭവം മനസ്സിലായില്ല. ഓവർടേക്ക് ചെയ്തിട്ട് മറ്റുള്ള വണ്ടികൾക്ക് പോകാൻ ബുദ്ധിമുട്ടായപ്പോൾ റിവേഴ്സ് അടിച്ചാണോ, അതോ തിരിക്കാൻ പറ്റായിട്ട് റിവേഴ്സ് വരുന്നതാണോ, എന്തോ ഒന്നും മനസ്സിലായില്ല.